പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നതേ നമ്മളിങ്ങനെ ഒരു വിശേഷമായൊരു വീട്ടിൽ വന്നപ്പോൾ നല്ലൊരു കാഴ്ചകൾ കണ്ടു. നമ്മൾക്ക് എന്താണെന്ന് അറിയണ്ടേ, നമ്മളെല്ലാവരും ഈ ചൂട് സമയത്ത് വൃക്ഷങ്ങളെ തേടിയെത്തൂല്ലേ? അപ്പോൾ ആ തേടിയെത്തുമ്പോൾ തണൽ തേടിയെത്തുന്ന എന്തൊരു ചന്തമാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ. കാര്യം അറിയണ്ടേ എന്തൊരു ചന്തമാണെന്ന്. കാരണം 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇത് പിച്ചിയെടുക്കുക ഈ മാങ്ങയൊക്കെ. എന്നുവെച്ചാൽ ഒരു പക്ഷേ അവർക്ക് നടത്തയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാറ് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാറൊക്കെ ഉള്ള വീടാണ്. പക്ഷേ ആ കാറൊക്കെ ഉണ്ടായിട്ട് പോലും ഈ വൃക്ഷം മുറിച്ച് കളയാതെ പരിസ്ഥിതിയുടെ ഭാഗമായി അവർ ഈ മരം ഇവിടെ പിടിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ തറയിലാണ് വീണ് കിടക്കുന്ന മരം. അപ്പോൾ എന്തൊരു ചന്തമരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവർക്കിത് മുറിച്ച് സത്യം പറഞ്ഞാൽ നടന്നു പോലും പോകാൻ പറ്റത്തില്ല. വണ്ടി എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റില്ല. വണ്ടി വളരെ കവർ ചെയ്തേ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. എന്നാലും ഈ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വളരെ ഐശ്വര്യമായിട്ട് മാങ്ങ ഇങ്ങനെ പിടിച്ച് കിടക്കുക. കാരണം എന്തറിയോ, അവർ ബുദ്ധിമുട്ടുന്നതനുസരിച്ച് ആ വീട്ടിൻ്റെ ഒരു ചന്തം അല്ലെങ്കിൽ ആ മാങ്ങ മരം നടക്കുന്നത് ഈ വേനൽക്കാലത്ത് ചൂട് അനുഭവപ്പെടുമ്പോഴേ വൃക്ഷങ്ങളെ തേടിയെത്തുന്നു. നമ്മൾ പുഴയും നദിയൊക്കെ കരയിലൊക്കെ പറഞ്ഞ വൃക്ഷങ്ങളില്ലാതെ വെള്ളത്തെ പോലും തണുപ്പിക്കാൻ പറ്റത്തില്ല, കായലിനെ പോലും ഇല്ലേ. അപ്പോൾ വീടിൻ്റെ മുറ്റത്തെ ആ വൃക്ഷമാണ്. നിങ്ങളും ഇതേ കണക്ക് കവട്ടകൾ മുറിച്ച് കളയാതെ നിങ്ങൾ വളരെ ഇതായിട്ട് സൂക്ഷിക്കുക. കാരണം എനിക്ക് പറയാനത് അത്ര മാത്രമേ ഉള്ളൂ. കെ മീഡിയയുടെ ഒരു സന്ദേശമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, എന്താ ഗേറ്റ് തുറക്കുമ്പോൾ പോലും ഈ മാങ്ങകളെല്ലാം അടന്നു പോകും. കാരണം അത്രയ്ക്ക് വളരെ താന്ന് കിടക്കുന്ന ഒരു വീട്ടിലെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ബൈ. ഇനി അടുത്ത ഒരു പക്ഷേ ഒരുപാട് വീഡിയോകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾക്ക് വരാൻ കാത്തിരിക്കാം. നിങ്ങളും ഇങ്ങനെ ചിവരങ്ങൾ വെട്ടിക്കളയാതെ സൂക്ഷിക്കുക. ഇങ്ങനെ വളരെ ചന്ത കയറിയ നമുക്ക് മരത്തിൽ പോലും കയറണ്ട. പക്ഷേ മരത്തെ മാങ്ങ മറിക്കാനോ മറ്റൊന്നും പോകണ്ട. കൈകൊണ്ട് ആവശ്യത്തിന് കറിയിലിടാനും പെട്ടെന്ന് നമുക്ക് സാധിക്കും. തണലും ലഭ്യമാവും. ഇങ്ങനെ നിങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഹായ് ബൈ.